അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, ഏറ്റവും പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും ഈ മജ്ലിസ് പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപാവനമായ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ 11ാമത്തെ രാവിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. അതായത് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മളോട് വിട പറഞ്ഞു. ഇനി 2ാമത്തെ 10ലേക്ക് നമ്മളിതാ കടക്കുകയാണ്. ഈ 10 ദിവസവും നമ്മൾ ഒരുപാട് മജ്ലിസിൽ പങ്കെടുത്തു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു, ഒരുപാട് നോമ്പ് പിടിച്ചു. എല്ലാം റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മൾ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഈ റജബിലും ഷഅബാനിലും റമദാനിലൊക്കെ ചെയ്യുന്ന ഇബാദത്തുകൾ അതൊക്കെ ഒരു പഴന്തുണി പോലെ ചുരുട്ടിക്കൂട്ടി നമ്മുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞാൽ എത്ര സങ്കടം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ എപ്പോഴും ദ്വാരക്കണം. ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് ഖബൂലിയത്തിന് വേണ്ടി ദ്വാരക്കണം. പ്രത്യേകിച്ച് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം എന്ന ദുആ റജബ് മാസത്തിലെന്നല്ല എപ്പോഴും നമ്മൾ അധികരിപ്പിക്കേണ്ട ദുആയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പം നമ്മളുള്ളത് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ 2ാമത്തെ 10ലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ 10 ദിവസങ്ങളിൽ സ്പെഷ്യലായി പറയുന്ന ദുആകളിൽ ഒന്നായിരുന്നു, ഒരു തസ്ബീഹിൽ പെട്ടതായിരുന്നു സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന ഒരു തസ്ബീഹ്. നമ്മളത് പറഞ്ഞു, ഒരുപാട് വട്ടം പറഞ്ഞു. അത് പറയുമ്പോൾ എന്തൊക്കെ നേട്ടമുണ്ടോ, പ്രതിഫലമുണ്ടോ, അത് മുഴുവനും റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി റജബ് മാസത്തിൻ്റെ 2ാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രത്യേകം പറയൽ വളരെ പുണ്യമുള്ള ഒരു ദിക്റായി, ഒരു തസ്ബീഹായി മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ മജ്ലിസിൻ്റെ ആദ്യം നമ്മൾ പറയുന്നത്. നമുക്കതൊന്ന് പറഞ്ഞാലോ, ഒരുപാട് നേട്ടമാണ്. ഒരു ദിവസം 100 വട്ടമെങ്കിലും ഇത് ചൊല്ലണമെന്നാണ്. ഇൻഷാ അല്ലാഹ് 100 വട്ടം നമ്മൾ ഇപ്പോൾ ചൊല്ലുന്നില്ല, നിങ്ങൾ സൗകര്യം പോലെ അത് ഇന്നത്തെ രാത്രിയും നാളെ പകലൊക്കെ ആയിട്ട് 100 വട്ടം ചൊല്ലി തീർത്താൽ വളരെ പുണ്യമാണ്, ഒരുപാട് നേട്ടമാണ്. ഏകനായ അല്ലാഹ്, എല്ലാത്തിനും കഴിവുള്ള അല്ലാഹ്, എല്ലാ കാര്യങ്ങളെ തൊട്ടും നിരാശ്രയനായ അല്ലാഹ്ക്കൊന്നിൻ്റെ ആവശ്യമില്ല, എല്ലാവരും അല്ലാഹയെയാണ് ആശ്രയിക്കുന്നത്. ആ ഒരു അർത്ഥം വരുന്ന ഒരു പുണ്യമായ തസ്ബീഹാണ് ഈ 2ാമത്തെ 10 നമ്മൾ പറയേണ്ടത്, അധികരിപ്പിക്കേണ്ടത്. നമുക്കത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് തുടങ്ങുകയാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് 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 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്. പരിശുദ്ധമായ റജബ് മാസത്തിൽ ഇസ്തിഗ്ഫാർ കൂടുതൽ അധികരിപ്പിക്കണം. അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞാലോ ഇസ്തിഗ്ഫാർ, പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം
അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ 5 ലക്ഷവും 6 ലക്ഷവും ഒക്കെ സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാവണം, അതല്ലേ നമ്മുടെ ആഗ്രഹം. വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തിൻ്റെ ചെറിയൊരു കഷ്ണമുണ്ട്.
അത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. പ്രവാചകന്മാർ പറഞ്ഞ ഒരു വാക്കാണത്. ഇൻഷാ അല്ലാഹ് അതൊരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, 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 റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യാതെ റജബ് മാസത്തിലെ ഒരു ദുആയും കടന്നു പോകരുത്. മരണപ്പെട്ട ഉമ്മയാവട്ടെ വാപ്പയാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മൾ ദുആരക്കണം അല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമുക്കൊന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്താലോ? പറഞ്ഞോ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, 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 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ,
റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ 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 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മറ്റൊരു ഇസ്തിഗ്ഫാർ. ഈ ഒരു ഇസ്തിഗ്ഫാറിന്റെ നേട്ടം അള്ളാഹുവിലേക്ക് കൂടുതൽ നമുക്ക് അടുക്കാനും അള്ളാഹ് നമ്മളിലേക്ക് കൂടുതൽ ഇഷ്ടം വെക്കാനും ഒക്കെ കാരണമാകുന്ന ഒരു ഇസ്തിഗ്ഫാറാൻ. പറഞ്ഞോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. സ്വർഗ അവകാശികൾ അവർ പറയുന്ന ദുആകൾ എമ്പാടും ഖുർആനിലുണ്ട്.
അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകും. നമ്മുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും കുടുംബജീവിതത്തിലെ എല്ലാവിധ ബറക്കത്തും കിട്ടാൻ ഈ ഒരു ദുആ നമ്മൾ പതിവാക്കണമെന്നാണ്. ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ, ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ, മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നവരാവാൻ ഈ ദുആ നമ്മൾ പതിവാക്കണം. കേട്ടോ, ഏതാണ് ആ ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവിൻ്റെ 99 ഇസ്മുകൾ, ആ ഇസ്മുകളിൽ വളരെ പ്രാധാന്യമുള്ള, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 ഇസ്മുകളുണ്ട്. അത് രണ്ടും ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ? നമ്മുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കട്ടെ ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട്. പറഞ്ഞോ, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, 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 യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്,
യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് 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 യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ്. ഇനി ഒരു ഇസ്മു പറഞ്ഞാലോ, വളരെ പവറുള്ള അള്ളാഹുവിൻ്റെ വലിയ അധികാരത്തെ പിടിച്ചു കുലുക്കിയിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ളതുമായ, അള്ളാഹുവിന് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, അതായത് കേൾക്കാൻ ഇഷ്ടമുള്ള അള്ളാഹുവിൻ്റെ അഹങ്കാരത്തെ, രാജാധികാരത്തെ പറ്റി പറയുന്ന ഒരു ഇസ്മുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാലോ. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സ്വലാത്തിൻ്റെ, ദിക്റിൻ്റെ, തസ്ബീഹിൻ്റെ, ഈ അദ്കാറുകളുടെ ഈ മജ്ലിസ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടും സ്വീകരിക്കും. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഈ ദിക്റിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങൾ, അല്ലേ? അവർക്കൊക്കെ ഇൻഷാ അള്ളാഹ് വലിയ ഒരു അത്താണിയാണ്. നമ്മൾ ഇൻഷാ അള്ളാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അവരൊക്കെ പറയുന്ന ഒരു ആമീനിൻ്റെ ആ ഒരു പവർ കൊണ്ടായിരിക്കാം നമ്മളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ സ്വലാത്തിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ രാവിലത്തെ ക്ലാസ്സുകളൊക്കെ നമുക്കിങ്ങനെ പറയാനുള്ള ആവേശം, ഊർജം
ആർജവം തരുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ ദുആയാണ്, നമ്മുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വളർച്ച. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മ നീ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അതുപോലെ പ്രശ്നത്തിലായവരുണ്ട്, കള്ളക്കേസുകളിൽ കുടുങ്ങിയവരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അള്ളാഹുവെ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ പതിവ് പോലെ സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ് സൂറത്ത് 3 പ്രാവശ്യം, സൂറത്തുൽ ഫലക്ക്, അതുപോലെ സൂറത്തുൽ നാസ്, ഇതൊക്കെ നമുക്ക് ഓരോ വട്ടം ഓതി, സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതി ഇൻഷാ അല്ലാ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ മജ്ലിസിൽ ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ദുആരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. അർഹമുറാഹിമീനായ കരുണയുള്ള റബ്ബേ, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒറ്റക്കും കൂട്ടായി ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് അള്ളാഹു ഞങ്ങൾ ചൊല്ലിയ ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് തസ്ബീഹുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, ഇസ്മുകളുണ്ട്. അതിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, കൂട്ടുകാർ, നാട്ടുകാർ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ച് ഞങ്ങളുടെ ഖബറിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഈ മജ്ലിസ്, ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. റജബിൽ അല്ലാഹുവേ, നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരുപാട് ബറക്കത്തിനെ ചോദിച്ചല്ലോ, ഞങ്ങളും ചോദിക്കുകയാണ് റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ ബറക്കത്ത് തരണേ അല്ലാഹ്. ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഈ റജബ് മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് തരണേ അല്ലാഹ്. ആയിരക്കണക്കിന് സഹോദരിമാരും സഹോദരങ്ങളും ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്.
ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ് അല്ലാഹുവേ. മരുന്നില്ലാത്ത രോഗങ്ങളാണ്, പേരില്ലാത്ത രോഗങ്ങളാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ പുണ്യമായ ഈ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എല്ലാ രോഗങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാ. ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് പേര് പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരി അവരുടെ നരമ്പിന്റെ പ്രശ്നങ്ങൾ, ന്യൂറോ പ്രശ്നം പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട് മാറാൻ ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. കിഡ്നി രണ്ടും ഫെയിലാണ് ഉസ്താദേ, അത് ഓപ്പറേഷൻ നടക്കുകയാണ്, ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഫാറ്റി ലിവർ വന്നിട്ട് വലിയ പ്രശ്നമാണ് ഉസ്താദേ, ദുആരക്കാൻ പറഞ്ഞവർ. ഇങ്ങനെ ഒരുപാട് ദുആ വസിയത്ത് ഓരോ ദിവസവും പലരും പറയാറുണ്ട്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെ ഒരുപാട് പേര് ദുആ വസിയത്ത്, പ്രത്യേകിച്ച് കടങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് കടമാണ് ഉസ്താദേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, അതുപോലെ തന്നെ ലോണിൽ കുടുങ്ങിപ്പോയ ആളുകളുണ്ട്, വീട് ജപ്തിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. റഹ്മാനെ, എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ വേഗത്തിൽ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളൊക്കെ വരികയാണ്. പലരുടെയും പരീക്ഷ കഴിഞ്ഞു, ഇനിയും പരീക്ഷ എഴുതാനുള്ളവരുണ്ട്, അതുപോലെ ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അല്ലാഹുവേ, നീ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. ഉന്നതമായ വിജയം തരണേ അല്ലാ. കരുണയുള്ള അല്ലാ, റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ, വദൂദായ അല്ലാ, ജബ്ബാറായ അല്ലാ, സത്താറായ അല്ലാ. റഹ്മാനെ പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, എഴുതിയിട്ടുണ്ടോ, അവരുടെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ. അവരുടെ മനപ്രയാസങ്ങൾ, ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം കമന്റ് എഴുതിയെന്ന് നിനക്കറിയാം റബ്ബേ. അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആയിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഖബൂൽ ചെയ്യണേ അല്ലാ. തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നിഅമത്തുകളും നീ വാരിക്കോരി തരണേ അല്ലാ. നിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ ഇന്നത്തെ മജ്ലിസ് അവസാനിച്ചു. നാളെയും നമ്മുടെ ദിക്റിന്റെ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. എല്ലാവരും പരസ്പരം ദുആരക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.